തുടരെ തുടരെ ദുഃഖങ്ങൾ എല്ലാവരും ഇപ്പോൾ കാണുകയാണ്. മറ്റൊരു ദുഃഖവാർത്ത ഇപ്പോൾ ഉർവശിയുടെയും കൽപ്പനയുടെയും കുടുംബത്തിന് താങ്ങാൻ പോലും ആകാത്തതായി മാറുന്നു. ഉർവശിയുടെ സഹോദരൻ്റെ മരണവാർത്ത വന്നപ്പോൾ തന്നെ ഇപ്പോൾ അദ്ദേഹം 3 വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉർവശിയുടെ സഹോദരൻ കമൽ റോയിയുടെ ഭാര്യ പ്രമീള ജീവനൊടുക്കിയ സംഭവം 3 വർഷം മുൻപായിരുന്നു. അത് കമൽ റോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു വാർത്തയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം കൂടുതൽ സങ്കടത്തിലായിരുന്നു. ആരോടും സംസാരിക്കാതെയായി, ഒന്നും പുറത്തു പറയാതെയായി, എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുകയായിരുന്നു. അപ്പോഴും ഉർവശിയും സഹോദരിമാരും എല്ലാം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകുമായിരുന്നു. അവരോട് പോലും ഒന്നും പറയുമായിരുന്നില്ല. എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കാൻ അദ്ദേഹം എപ്പോഴോ പഠിച്ചു കഴിഞ്ഞിരുന്നു എന്നത് വേണം സത്യം. നടി ഉർവശിയുടെ സഹോദരനും നടനുമായ കമൽ റോയിയുടെ ഭാര്യ പ്രമീള ജീവനൊടുക്കി എന്നത് 3 വർഷം മുൻപ് എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. പ്രമീളയുടെ സഹോദരൻ സുശീന്ദ്രനും ഒരുമിച്ച് ജീവനൊടുക്കിയിട്ടുണ്ട്. ഇവരെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വില്ലുപുരത്തെ വീട്ടിൽ കണ്ടത്. കടുത്ത ദാരിദ്ര്യത്തിലും അസുഖത്തെയും തുടർന്നാണ് ഇവർ ജീവിതം അവസാനിപ്പിച്ചത് എന്ന് പറയുന്നു. നടി ഉർവശിയുടെ സഹോദരനുമായുള്ള വിവാഹബന്ധം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്രമീള അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ പ്രവീണയുടെ ആത്മഹത്യ വളരെയധികം ഇദ്ദേഹത്തെ ബാധിക്കപ്പെട്ടിരുന്നു എന്ന് വേണം പറയാൻ. അതിനുശേഷമാണ് അദ്ദേഹം ഇത്രയും അധികം സങ്കടത്തിൽ കടന്നുപോയത് എന്ന് പറയുന്നു. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. നടി ഉർവശിയുടെ സഹോദരൻ്റെ ഭാര്യയായ പ്രമീള ആത്മഹത്യ ചെയ്തത് എന്നത് 3 വർഷം മുൻപ് വന്ന വാർത്തയും ഇപ്പോഴിതാ അദ്ദേഹം തന്നെ മരിച്ചു എന്നതും വളരെയധികം ദുഃഖം നൽകുന്നൊരു വാർത്തയുമാണ്. കടുത്ത ദാരിദ്ര്യവും അസുഖവും എല്ലാമാണ് അവരെ ഈ കടുംകൈക്ക് പ്രേരിപ്പിച്ചത്. പ്രമീളയുടെ സഹോദരൻ സുശീന്ദ്രനും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വില്ലുപുരത്താണ് ഇവർ താമസിച്ചിരുന്നത്. പോലീസ് എത്തിയായിരുന്നു പരിശോധിച്ചപ്പോൾ 2 പേരും ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു. കുറച്ചധികം നേരമായിട്ടും അയൽവാസികൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ദിവസങ്ങളായി വീട് തുറക്കാതിരുന്നതിനെ തുടർന്ന് തന്നെയായിരുന്നു അവർക്ക് സംശയം തോന്നുകയും അവർ പോലീസിൽ അറിയിക്കുകയും ചെയ്തത്. പിന്നീട് പോലീസ് വന്നാണ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തതും തീരുമാനിച്ചതും. പോലീസ് എത്തിയാണ് പരിശോധിച്ചപ്പോൾ 2 പേരും ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. വീട് പരിശോധിച്ച പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അന്തരിച്ച നടി കൽപ്പനയെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. അതിൽ വിശദാംശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൽപ്പനയെക്കുറിച്ച് പോലും അതിൽ പറയുന്നുണ്ടെങ്കിലും അതിൽ വളരെയധികം വ്യക്തമായ വാക്കുകൾ കൊണ്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ആ ബന്ധം വേർപിരിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ചർച്ചയാക്കി മാറ്റിയതും. കൽപ്പനയും ഉർവശിയും ഒക്കെ ഈ സഹോദരിയുമായി നല്ല അടുപ്പത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും ഇവരുടെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൽപ്പനയുടെ പേര് വന്നപ്പോൾ തന്നെ അന്ന് എല്ലാവരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവമെന്നറിയാൻ എല്ലാവരും ഓടിയെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇതിൻ്റെ സത്യാവസ്ഥകൾ ഓരോന്നോരോന്നായി പുറത്തെത്തിക്കാൻ തുടങ്ങിയത്. അതിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകർ വീണ്ടും ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.